ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മളൊരു ബട്ടർ ചിക്കൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനാദ്യമായിട്ട് നമ്മൾ 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇവിടെ. അതിനുശേഷം 3 സവോള, 4 തക്കാളി, 2-3 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ ലീവ്സും നമ്മൾ എടുത്തിരിക്കുന്നുണ്ട്. ഇനിയിപ്പം ചിക്കന് മാരിനേഷൻ ചെയ്ത് വെക്കണം. അതിനാദ്യമായിട്ട് ഗാർലിക് പേസ്റ്റ് നമ്മൾ 2 ടീസ്പൂൺ ആഡ് ചെയ്യുക. പിന്നെ ജിഞ്ചർ പേസ്റ്റ് 2 ടീസ്പൂൺ, അതിനുശേഷം തൈര് നമ്മൾ ഒരു 4 ടീസ്പൂൺ ഇടുന്നുണ്ട്. പുളിയില്ലാത്ത തൈരാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നാരങ്ങ നീര്, ഒരു പകുതി നാരങ്ങേൻ്റെ ജ്യൂസ് എടുക്കുക. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് നമ്മൾ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ ചിക്കൻ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഇനി ഒരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മളിപ്പോൾ ഇത് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണ്. ഇനി ഒരു 30 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കിനും നമ്മളിവിടെ ഒരു വലിയ പാൻ എടുക്കുക. നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം. അതിനകത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ആഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ഇനിയിപ്പം നമ്മൾ ഈ ചിക്കൻ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്യുക. ചിക്കൻ ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഹാഫ് കുക്ക് ആയാലും മതി. ഇപ്പം ചിക്കൻ നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം നമുക്ക്. ഇതിപ്പോൾ ഈ ഒരു പാകം മതിയാവും. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ആഡ് ചെയ്യുക. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടാകുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് 3 സവോള ആഡ് ചെയ്യണം. ഇനി ഈ സവോള നന്നായിട്ട് ഒന്ന് വഴണ്ട് വരണം. അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ സവോള പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. ഒത്തിരി ഡീപ്പ് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് നമുക്ക് വേണ്ടത്. ഇനി അതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1.5 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, പിന്നെ 4 കശ്മീരി ചില്ലിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കശ്മീരി ചില്ലി എരിവിനനുസരിച്ച് ആഡ് ചെയ്താൽ മതിയാവും. പിന്നെ അതിലേക്ക് 4 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യുക. തക്കാളിയിലും സവോളയിലും എല്ലാം മസാല മിക്സ് ആവണം. പിന്നെ ഈ മസാലേൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് തിളച്ച വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടിത് നമ്മൾ ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. ഇതിപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട്. എല്ലാ മസാലയെല്ലാം നന്നായിട്ടൊന്ന് യോജിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തക്കാളി ഒന്ന് ഉടച്ചു കൊടുത്താലും നല്ലതായിരിക്കും. ഇനിയിപ്പം ഇതിലേക്ക് നമ്മളൊരു 10-15 കശുവണ്ടി ആഡ് ചെയ്യുന്നുണ്ട്.
ഗ്രേവി നന്നായിട്ട് ക്രീമി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആഡ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചില്ലി ഫ്ലേക്സ് ആവശ്യമുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി, ഓപ്ഷണലാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്ത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. വൺസ് എല്ലാം ഒന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കിനും നമുക്കിതൊരു മിക്സിയിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് വെള്ളം കുറച്ചും കൂടെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. എനിക്കിവിടെ വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വന്നിട്ടില്ല, ബട്ട് അരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത പാത്രത്തിലേക്ക് തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കിനും നമ്മളിവിടെ അരച്ച് വെച്ച് മസാല നമുക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് കുറച്ചൊരു 1/2 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്താണ് ബാക്കി എടുക്കുന്നത് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പം ബട്ടർ ചിക്കൻ ഒന്നുകൂടി നല്ല ക്രീമി ആവും. ഫ്രഷ് ക്രീം വേണ്ടാന്നുള്ളവർ കാഷ്യൂ നട്ട്സ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് മിക്സ് ചെയ്താലും മതി. ഇനിയിപ്പം നമ്മൾ കുറച്ച് കസ്തൂരി മേത്തി ആഡ് ചെയ്യുന്നുണ്ട്. കസ്തൂരി മേത്തി ആഡ് ചെയ്യുമ്പോഴാണ് ബട്ടർ ചിക്കൻ ആ ഒരു ഓത്തൻറ്റിക് ടേസ്റ്റ് വരുന്നത്. അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനിയിപ്പം നമ്മളിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ആ ഒരു ബട്ടർ ചിക്കൻ്റെ ഒരു മധുരം കൂടെ കയറി വരാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. ഇനി അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. സോ ഇത് നമുക്ക് ചപ്പാത്തിയോടൊപ്പമോ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിനോടൊപ്പം കഴിക്കാവുന്ന നല്ലൊരു കോമ്പിനേഷനാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് കമൻസിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.